മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ബോധവൽക്കരണ ക്ലാസുകളും ലഹരിക്കെതിരെ വിമുക്തിയുടെ ക്ലാസും നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് അവരെ പ്രാപ്തമാക്കുന്നതിനാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം ലഹരിക്കെതിരെയുള്ള വിമുക്തിയുടെ ക്ലാസും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണവും ഗുണവും രുചിയൊന്നുമില്ല. അത് പിടിക്കാനുള്ള ഉപകരണങ്ങളും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്, എക്സസൈസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഇത് പിടിക്കണം, ഇങ്ങനെ അതീവ ഇതുള്ള ഉപകരണങ്ങൾ കൊണ്ട് മാത്രം പിടിക്കാൻ പറ്റുന്നതാണ്, അത് പിടിക്കണം. മറുഭാഗത്തോ ബോധവൽക്കരിക്കുകയും വേണം. അതാ ഞാൻ പറഞ്ഞത്, ബോധവൽക്കരണം കൊണ്ട് മാത്രം ഒന്നിലും ബോധം വീഴില്ല. അത് മാലിന്യത്തിന്റെ കാര്യമാണെങ്കിലും മയക്കുമരുന്നിന്റെ കാര്യത്തിലാണെങ്കിലും ബോധവൽക്കരണം കൊണ്ട് മാത്രമാവില്ല. അപ്പോൾ കർശനമായിട്ടുള്ള നടപടി എടുക്കണം. മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ അധ്യക്ഷനായി. മത്സ്യബോർഡ് മെമ്പർ കെ രമേശൻ, റീജിയണൽ എക്സിക്യൂട്ടീവ് എസ് ജയശ്രീ, സക്കീർ അലങ്കാരത്ത്, വി ബാലൻ, അബ്ദുൾ മജീദ്, സമീർ ഖാൻ, കുഞ്ഞു മുഹമ്മദ്, സ്വാമി ശിവദാസ്, ശ്രീധരൻ കുഞ്ഞുമണി എന്നിവർ സംസാരിച്ചു. തൃത്താല. ഓണത്തെ വരവേറ്റ് എടപ്പാൾ ബ്യൂട്ടി സിൽക്സ്. ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. ബ്യൂട്ടി സിൽക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.